നമസ്കാരം. രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മൊത്തക്കച്ചവടം ഏറ്റെടുത്തിരിക്കുകയാണോ പാറ്റ പാർട്ടി എന്ന് തോന്നും. ആ രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ. പക്ഷേ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് മാത്രമേ അവർക്ക് നോട്ടമുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട സംശയം. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലേക്കായിരുന്നു ഇവർ പോയത്. ജയ്പൂരിലെ രാംപുര എന്ന് പറയുന്ന ഭാഗത്തെ ഒരു സ്കൂളിലേക്കായിരുന്നു CJPയുടെ ജോയിൻറ്റ് കൺവീനറായ അശുതോഷ് റാങ്കെ യാത്ര ചെയ്ത്. അദ്ദേഹത്തിനൊപ്പം കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. ഇവർ വലിയ പ്രക്ഷോഭം ആരംഭിക്കും എന്നുള്ള രീതിയിലേക്ക് ഈ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. പക്ഷേ നാട്ടുകാർക്ക് ഇവരുടെ പിന്നിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞതും ഇവർക്ക് നേരെ തിരിയുകയായിരുന്നു. വലിയ രീതിയിലായിരുന്നു ഒരു സംഘർഷം അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇവരെ അവിടെ നിന്ന് അടിച്ചോടിക്കുകയായിരുന്നു ജനങ്ങൾ. പക്ഷേ ഇത് BJPയുടെ തലയിൽ കെട്ടിവെക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അഭിജിത് ദീപ്കയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം. അഭിജിത് ദീപ്കെ ഒരു വലിയ തെറിവാചകത്തോടു കൂടിയാണ് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്താണ് രാജസ്ഥാനിൽ നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. രാജസ്ഥാനിൽ ജീവിക്കുന്നതും മനുഷ്യരാണ്, അവർ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് ബുദ്ധിയുണ്ട് എന്നുള്ള കാര്യം ഇദ്ദേഹം മറന്നു പോയിട്ടുണ്ടോ എന്നത് അറിയില്ല. അദ്ദേഹം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മോശമാണ് എന്ന രീതിയിൽ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുകയും അതിലൂടെ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം തന്നെ ആസൂത്രണം ചെയ്യുവാൻ ശ്രമിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ജാർഖണ്ഡിലേക്ക് പോകണ്ട, അദ്ദേഹത്തിന് കർണാടകത്തിലേക്ക് പോകണ്ട, അദ്ദേഹത്തിന് പഞ്ചാബിലേക്ക് പോകണ്ട, ഈ പ്രദേശങ്ങളിലേക്കൊന്നും പോകണ്ട. അദ്ദേഹത്തിന് രാജസ്ഥാനിലേക്കും ഉത്തർപ്രദേശിലേക്കും ഒക്കെ പോയാൽ മതി. ഇവിടെ കേരളത്തിൽ പോലും PSCയുമായിട്ട് ബന്ധപ്പെട്ട വലിയ സമരകോലാഹലങ്ങളാണ് നടക്കുന്നത്. വിദ്യാർത്ഥികൾ മണ്ണ് വാരി തിന്നുന്നു. 1ാം റാങ്ക് കിട്ടിയ PSC ഉദ്യോഗാർത്ഥിക്ക് പോലും നിയമനം ലഭിക്കുന്നില്ല. അങ്ങനെ വലിയ പ്രശ്നമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പല ജോലികളും KS അടക്കമുള്ള PSC നടത്തുന്ന ഏറ്റവും 1ാം നമ്പർ ജോലിക്ക് പോലും അവിടെ പോലും തിരികെക്കയറ്റൽ നടക്കുന്ന തരത്തിൽ വലിയ സങ്കീർണമായ പ്രശ്നങ്ങളാണ് കേരളത്തിലടക്കം നടക്കുന്നത്. PSC ചെയർമാൻ പോലും ഇതുവരെയും രാജിവെച്ചിട്ടില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും അഭിജിത് ദീപ്കയും കൂട്ടരും കേരളത്തിലേക്ക് നോക്കാത്തത്? അവിടെയും രാഷ്ട്രീയം തന്നെയാണ് കലർന്നിരിക്കുന്നത്. ഇനി ജാർഖണ്ഡിലേക്ക് നോക്കിയാൽ അവിടെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭം ആ വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമായിരുന്നു. അവിടെ ഒരു ഉനൈദുമാരും അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാൻ പോയില്ല, ആരും അവർക്ക് കാറ്റ് വീശി കൊടുക്കുവാൻ പോയില്ല. ഇതൊന്നും തന്നെ ഈ പ്രദേശങ്ങളിലൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മറിച്ച് ജന്തർ മന്ദറിൽ ഇതൊക്കെയും സംഭവിച്ചു. അവിടെ പാർലമെൻറ്റിൻ്റെ സുരക്ഷിതത്വത്തെ പോലും അസ്ഥാനത്തിലാക്കിക്കൊണ്ട് വലിയ പ്രക്ഷോഭം നയിക്കുവാൻ വേണ്ടിയിട്ട് CJP മുന്നിട്ടിറങ്ങുകയും പാറ്റ പാർട്ടി മുന്നിട്ടിറങ്ങുകയും അവിടെയൊക്കെ വലിയ കോലാഹലം സൃഷ്ടിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുന്ന ഘട്ടത്തോളം കാര്യങ്ങളെത്തുകയും ചെയ്തു. 150-ലേറെ പോലീസുകാരാണ് ഇതിലൂടെ പരിക്ക് പറ്റിയത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടക്കം പരിക്കുപറ്റി. വാനുകളും മറ്റ് വാഹനങ്ങളിലേക്കുമൊക്കെ ഇവർ വലിയ രീതിയിലുള്ള അക്രമമാണ് കാണിച്ചു കൂട്ടിയത് മുഴുവൻ. എന്നിട്ടും ഈ അക്രമം നടത്തിയ ആൾക്കാർക്കെതിരെ കേസെടുത്ത പോലീസിന് നേരെയായി പിന്നെ അവരുടെ ആക്രോശം. പോലീസിനും കോടതിക്കും മറ്റ് സ്ഥാപനങ്ങൾക്ക് നേരെ. അതായത് ഈ പാറ്റ പാർട്ടി നടത്തുന്ന എല്ലാ പ്രക്ഷോഭങ്ങളുടെ പിന്നിലെയും ഗൂഢാലോചന തിരിച്ചറിയുന്ന എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് നേരെയും എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെയും ഇവർ പ്രക്ഷോഭം നടത്തുകയാണ്. അതായത് രാജ്യത്ത് പൂർണ്ണാർത്ഥത്തിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശമെന്നാണ് പൊതുവിൽ കേൾക്കുന്ന അഭിപ്രായം. രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇത് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ആ ഒരു അർത്ഥത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു കൃത്യമായ ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ തന്നെയാണ് പാറ്റ പാർട്ടിയുടെ ശ്രമം എന്ന രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ വിലയിരുത്തേണ്ടതും. പഞ്ചാബിൽ വലിയ രീതിയിലുള്ള ചോദ്യപേപ്പർ അട്ടിമറി തന്നെയാണ് സംഭവിച്ചത്. ജാർഖണ്ഡിലായിക്കോട്ടെ നിരവധി പരീക്ഷകളിൽ വലിയ അട്ടിമറി നടന്നു. ചോദ്യപേപ്പർ ചോർച്ചയടക്കം നടന്നു. ഇത് തന്നെയാണ് കേരളത്തിലും നടന്നത്. കേരളത്തിൽ ചോദ്യപേപ്പർ ചോർച്ച എന്നതിനപ്പുറം പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ പോലും കാര്യമായ രീതിയിൽ, അതായത് സ്വജന താത്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പല പ്രവർത്തനങ്ങളും നടത്തി. ഒരു പ്രസ്ഥാനത്തിൽ നിന്നുള്ള ആൾക്കാരെ പരീക്ഷകളിൽ തിരികെ കയറ്റാൻ നടത്തിയത് വലിയ രീതിയിലുള്ള ആസൂത്രണമാണ്. ഇത്തരത്തിലുള്ള കൊള്ളയ്ക്കും കൊള്ളിവയ്പ്പിനും എതിരെ കണ്ണടയ്ക്കുന്ന ഇവരാണ് രാജസ്ഥാനിലേക്കും ഉത്തർപ്രദേശിലേക്കും ഡൽഹിയിലേക്കും BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ തയ്യാറാകുന്നത്. അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം വച്ചുകൊണ്ട് തന്നെയാണ് എന്ന് തന്നെയായിരിക്കണം വിലയിരുത്തേണ്ടത്. രാജ്യത്ത് വലിയ അഴിമതിയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറിച്ച് UPA ഭരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ
കൽക്കരി അഴിമതി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ കോമൺവെൽത്ത് ഗെയിമുമായി ബന്ധപ്പെട്ട അഴിമതി ഉണ്ടായിരുന്നു, 2G സ്പെക്ട്രത്തിൻ്റെ അഴിമതി ഉണ്ടായിരുന്നു. ഇങ്ങനെ അഴിമതിയുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിലാണെങ്കിലോ, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷവും ഒരു സർക്കാർ ഭരിച്ചത് മുഴുവൻ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരാണ്. ആ രീതിയിൽ വലിയ അന്വേഷണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. എന്തേ അതിലേക്ക് ഒന്നും നോട്ടമില്ലാതെ ഇനി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അത് ചില സ്കൂളുകൾ അലോട്ട് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അധ്യാപക നിയമനത്തിലടക്കം പശ്ചിമ ബംഗാളിൽ പോലും അഴിമതി ഉണ്ടായിരുന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നല്ലോ ഭരിച്ചിരുന്നത്. അപ്പോഴൊന്നും ഇതിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടാത്ത ഇവർ എന്തിനാണ് പൊടുന്നനെ ഉണ്ടാകുന്നത് എന്നുള്ള സംശയം നാട്ടുകാർക്ക് പൊതുവിലുണ്ടാകും. രാജ്യത്ത് വലിയ അരാജകത്വം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചാൽ, രാജ്യത്ത് ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ തച്ചു തകർത്താൽ ഒരുപക്ഷെ രാജ്യത്തിലെ ജനത തന്നെ ഇവരെ നേരിടുന്ന ഒരു ഘട്ടമെത്തും. അത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് മേൽ ഒരു ഗുണ്ടാ സംഘത്തെ പോലുള്ള ആൾക്കാർ ഇറങ്ങി പുറപ്പെടാൻ ശ്രമിച്ചാൽ തീർച്ചയായും ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിൽ ഒരു അധമന്മാരായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘമാണ് ഇവരെന്ന രീതിയിലാണ് നാട്ടുകാർ പരിഗണിക്കുന്നത്. അധമാന്മാർ എന്ന് പറയുന്നത് നമ്മളാരും തന്നെയല്ല, നാട്ടുകാരാണ്, ജനങ്ങളാണ്. പൊതുസമൂഹത്തിനിടയിൽ നിന്നാണ് ഇത്തരത്തിൽ, അതായത് ഇവർ നടത്തുന്നത് ലാക്കോടുകൂടിയുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമാണ്. ഇവർക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവർ അച്ചാരം വാങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടിയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. അതായത് ഇവർക്ക് അനധികൃതമായിട്ടുള്ള ഫണ്ട് ലഭിക്കുന്നു. ഇത് വിദ്യാർത്ഥി പ്രക്ഷോഭമല്ല, മറിച്ച് FCRIയുമായി കൂടി ബന്ധപ്പെട്ട രീതിയിലുള്ള ചില പ്രക്ഷോഭങ്ങളാണ്. ഇതിനിടയിലേക്ക് ഭീകരവാദികളടക്കം നുഴഞ്ഞു കയറുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയും അട്ടിമറിയും ഇത്തരം സമരങ്ങളുമായി ബന്ധപ്പെട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അനുരണനം എന്നുള്ളതാണ് രാജസ്ഥാനിൽ ഈ നടന്ന പ്രക്ഷോഭത്തെയും കണക്കാക്കേണ്ടത് എന്നുള്ളതാണ്. രാജസ്ഥാനിലെ ജനങ്ങൾ ഈ പാറ്റാ പാർട്ടിയിൽപ്പെടുന്ന അശുതോഷ് റാങ്കെ അടക്കമുള്ള ആൾക്കാർക്ക് നേരെ തിരിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ് എന്നതാണ് പൊതുവിൽ രാജസ്ഥാനിലെ ജനങ്ങൾ പറയുന്നത്. പക്ഷേ ഈ പാർട്ടികളുടെ ആൾക്കാർ പറയുന്നത് അത് BJP ആണ് ഇവർക്കെതിരെ ആസൂത്രണം ചെയ്തതെന്നാണ്. എന്നാൽ വ്യക്തമായ ഒരു തെളിവും ഇപ്പോഴും അതിനെതിരെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം.